السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. ونبي موسى الأشعري رضي الله عنه قال لي رسول الله صلى الله عليه وسلم يا عبد الله بن قيس ألا أدلك على كنز من كنوز الجنة لا حول ولا قوة إلا بالله متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആണ് നാളേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽപ്പെട്ടൊരു കാര്യമാണ്. അത് പല രൂപത്തിലാണ്. പഴയ കാലത്തൊക്കെ അത് പല രൂപത്തിൽ മുളംകുറ്റിയായിട്ടും മണ്ണിൻ്റെ പാത്രങ്ങളായിട്ടും പിന്നീടത് പ്ലാസ്റ്റിക്കിൻ്റെയും, ഇന്നൊക്കെ ആധുനിക സംവിധാനത്തിൽ പലതും. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു ബാങ്ക് ബാലൻസ് എത്രയെന്നുള്ളതൊക്കെ പരിശോധിക്കാറുണ്ട്. എന്തിനാ? നാളെ ഞാനൊന്ന് കിടന്നു പോയാൽ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായിട്ട്. ഇനി അതൊന്നുമില്ലെങ്കിൽ പോലും മക്കളും മരുമക്കളും വേണ്ടപ്പെട്ടവരും തന്നാലും ഒരു ചായ കുടിക്കാൻ അവനവൻ്റെ കീശയിൽ നിന്ന് ഒരു 10 രൂപ എടുത്തു കൊടുക്കുന്നതിന് വേറൊരു വലിപ്പമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കും. കുട്ടികളാണെങ്കിലും സ്വകാര്യ നിക്ഷേപത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കാനും അവരെ അതിലേക്ക് നയിക്കാനുമൊക്കെ പഴയകാലത്ത് സ്കൂളുകളിൽ പോലും സഞ്ചയിക എന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നു. കിട്ടുന്ന ചില്ലറ കാശുകളൊക്കെ നിക്ഷേപിച്ച് ഒരു പാസ്ബുക്കൊക്കെ രൂപപ്പെടുത്തി. എന്നാൽ സ്വർഗത്തിലേക്കുള്ള നിധിയും ഇതുപോലെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാശ് കൊടുക്കുക, അതല്ലെങ്കിൽ ആ ഖജനാവിൻ്റെ താക്കോലുകൾ എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഖൈസ് ഇബ്നു അബീ സഅദ് റളിയല്ലാഹു അൻഹു, അതായത് നേരത്തെ പറഞ്ഞ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന് തന്നെ വിളിക്കപ്പെടുന്ന പേരുകളിൽപ്പെട്ട ഒന്നാണത്. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, നിനക്ക് സ്വർഗത്തിലെ വാതിലുകളിൽ ഒരു വാതിൽ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ഒരുപാട് വാതിലുകളുണ്ട്, അതിൽ ഒന്നും. വൽതു, ഞാൻ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ പറഞ്ഞു തന്നാലും അറിയിച്ചു തന്നാലും. പാൽ അദ്ദേഹം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആർക്കും അറിയാത്തത് ദീക്കറും ഇപ്പം അതിൻ്റെ മായന പോലും ആവശ്യമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ നടക്കുകയായിരുന്നാലും കിടക്കുകയായിരുന്നാലും ഒരു 2 വീലറിൽ പോവുകയാണെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഒക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞിരുന്ന ദിക്റുകളും മൗറാദുകളും ഒക്കെ. എന്നാൽ ഇതിനൊക്കെ ഇതിൻ്റേതായ ഓരോ സവിശേഷതകളുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇത് സ്വർഗ കവാടത്തിൻ്റെ ഒരു താക്കോലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയെങ്കിൽ ആദ്യം കേൾപ്പിച്ച ആയത്തിൽ ഹദീസിലുള്ളത് അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽ, നിക്ഷേപങ്ങളിൽ ഒരു നിധിയെ പറ്റി പറഞ്ഞു തരട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അത് നമുക്കൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്കും ആ സ്വർഗത്തിൻ്റെ നിധികളിൽ പങ്കുചേരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റിൻ്റെയും ഫിക്റിൻ്റെയും ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ പറ്റി സദാ സദ്വിചാരത്തോടുകൂടി തസ്ബീഹും തഹ്ലീലും തക്ബീറും മുഴക്കുന്ന നാവിൻ്റെ ഉടമകളായി തീരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി ഇരു ലോകത്തും അവ മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരം നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതത്തിൻ്റെ അവസാനം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു ബറക്കത്ത് വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും
ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും നീക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.